അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലാണ്. സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് അതിൻ്റെ ഏറ്റവും ഇങ്ങറ്റത്തുള്ള കൗണ്ടിയാണ് കോൺവോൾ എന്ന് പറയുന്നത്. കോൺവോൾ എന്ന് പറയുന്ന ഏരിയയിൽ, കോൺവോളിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് സെൻറ്റ് ഐവ്സ്. അപ്പോൾ സെൻറ്റ് ഐവ്സിൻ്റെ ഫേമസ് ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു എന്താ പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് പ്ലാനാണ്. ലാസ്റ്റ് മിനിറ്റ് വീക്കെൻഡിൽ എല്ലാവർക്കും ഓഫായിരുന്നു. അപ്പോൾ നാളെ ബാങ്ക് ഹോളിഡേ ആണ്, ഇന്ന് സൺഡേ ആണ്. എത്രടി ഡേറ്റ്? മെയ് 4th, May 4th, 2025 ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ വെറുതെ ഇരിക്കുമല്ലേ, ജസ്റ്റ് ഒരു ഡ്രൈവിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 5 hours ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്റ് ഐവ്സിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സെൻറ്റ് ഐവ്സ് ഇവിടെ ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിൻ ഇവിടം വരെ ഉണ്ട്. നമ്മൾ പെൻസാൻസി വന്നിട്ട് പെൻസാൻസിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ആ സ്റ്റേഷൻ കാർ പാർക്കിലാണ്. നമ്മൾ ഡ്രൈവ് ചെയ്താണ് വന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയത് വൈകുന്നേരം 6 മണി സമയത്താണ്. അപ്പോൾ 6 മണി സമയത്ത് ത്തിന് ശേഷം രാവിലെ വരെ £2.20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പാർക്കിങ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു 2 hours സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകും. എന്നിട്ട് നാളെ നമ്മൾ ചിലപ്പോൾ ടിൻറ്റാജൽ കാസലിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ദൂരെയായിട്ട് ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ബോട്ടുകൾ കിടപ്പുണ്ട്. അത് ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ടല്ല, അത് ഫിഷിംഗ് ബോട്ട്സാണ് കേട്ടോ. അതിൻ്റെ ബോയ്സൊക്കെ കിടപ്പുണ്ട് അവിടെ. വലിയ തിരക്കൊന്നുമില്ല. എനിക്കൊന്ന് പകൽ സമയത്ത് നല്ല തിരക്കായിരിക്കും ഇവിടെ. വൈകുന്നേരം സമയമായപ്പോഴത്തേക്ക് ബീച്ചൊക്കെ ഒഴിഞ്ഞു. ഈ സമയത്തൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ഈ ബീച്ചൊക്കെ ഫുള്ളാണ്. നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ട്, ഫാദർ സജിയും റെജി സ്റ്റീഫൻ പ്ലാനിക്കംപറമ്പിൽ. നമ്മൾ 3 പേരുടെ പണ്ട് ട്രെയിനിൽ പെൻസാൻസിൽ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളിവിടെ വന്ന് വൈകുന്നേരം ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് കാണാൻ പറ്റും. താഴോട്ട് ഇറങ്ങി നടക്കാം. അപ്പോൾ ഇതാണ് സെൻറ്റ് ഐവ്സ് സ്റ്റേഷൻ. ഇവിടെയാണ് ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിൻ എൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത് കേട്ടോ. അതായത് പെൻസാൻസിൽ വരും. നമ്മുടെ ലണ്ടൻ പാഡിങ്ടൺ സ്റ്റേഷനിൽ നിന്ന് പെൻസാൻസ് വരെ ട്രെയിൻ കിട്ടും. അതായത് മറ്റേ വലിയ ട്രെയിനാണത്, ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉള്ള ആ ട്രെയിനിൽ വന്നിട്ട് പിന്നെ വേറൊരു ചെറിയ ട്രെയിനാണ് ഇവിടം വരെ വരുന്നത്, സെൻറ്റ് ഐവ്സ് സ്റ്റേഷൻ വരെ. അപ്പോൾ അങ്ങനെയും വരാം. ഇവിടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെയും എത്താം. ഇതാണ് സെൻറ്റ് ഐവ്സ് സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണ്, പക്ഷേ ട്രെയിനിൽ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ വരുന്ന റൂട്ട്, പെൻസാൻസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റൂട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് സെൻറ്റ് ഐവ്സ് സ്റ്റേഷൻ. വളരെ ചെറിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ഞാൻ അന്ന് റെയിൽവേയിൽ വർക്ക് ചെയ്യുമായിരുന്നു. 10 വർഷം ഞാൻ ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേയിൽ ട്രെയിൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തായിരുന്നു നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ട് വന്നത്. ഇതൊരു ചെറിയ സ്റ്റേഷൻ, ഇതൊരു ഫൈനൽ സ്റ്റേഷനാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നും ഇല്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. ഇത് ഇവിടെ നിന്ന് താഴോട്ട് ബീച്ചിലോട്ട് ഇറങ്ങാൻ ഈ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബീച്ച്. ഇവിടെ താഴോട്ട് നടന്നിറങ്ങാൻ പറ്റും. പൊയ്ക്കോ. ടർക്കോയിസ് വാട്ടറാണ് കേട്ടോ. നല്ല ഇവിടെ നിന്ന് തന്നെ കാണാതെ. അപ്പോൾ നമ്മൾ സാധാരണ പോകുമ്പോഴത്തേക്ക് ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ 3 പേരേ ഉള്ളൂ കേട്ടോ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത 2 അതുങ്ങൾക്കും പരീക്ഷയാണ്. അപ്പോൾ അവർക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മൾ വിചാരിച്ചു അവർക്ക് വരണ്ട, പക്ഷേ നമുക്ക് നാളെ ഓഫാണ്, ഇന്നും ഓഫാണ്, വീട്ടിൽ കുത്തിയിരിക്കുമല്ലേ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. നല്ല അടിപൊളി മണലാണ് കേട്ടോ. നല്ല വൈറ്റ് സാൻഡി ബീച്ചാണ്. ചില ബീച്ചുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പെബിൾസ്, ഇങ്ങനെ പാറക്കഷ്ണം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നല്ല വൈറ്റ് സാൻഡി ബീച്ചാണ്. ഇവിടെ നിന്നൊരു കോഫി കുടിച്ചിട്ട് കുടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കോഫി കുടിക്കാനായിട്ട് ഷോപ്പിലോട്ട് പോവാണ്.
കുറച്ച് മലയാളികളാണ്. ഞാൻ നോക്കട്ടെ അവരെ പോയി പരിചയപ്പെടാൻ പറ്റും നോക്കട്ടെ. കാപ്പി കുടിച്ചിട്ട് നോക്കാം. എവിടെ നിന്ന് വന്നാണെന്നൊക്കെ ചോദിക്കാം. എന്താ പഠിക്കുന്നേ? ആ അടിക്ക്. കോഫി ഉണ്ടോ നോക്കട്ടെ. ആ ഓക്കെ. അപ്പം ഞാൻ കപ്പുച്ചിനോ പഠിക്കാൻ പോകും കേട്ടോ. Can I have a cappuccino please? Yes please, thank you. You want black tea? And a black tea please. Thank you. That'll do, thank you. That's £6.50. Thank you. I've got a brown side down for you. Sorry? I've got a brown side down. Thank you. Thanks. ഇതിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു കോഫി ഷോപ്പാണ്. ബീച്ചിൽ തന്നെ ഇരിക്കുന്നതാണ്. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൊട്ട് താഴെയുള്ള ബീച്ചിലോട്ട് ഇറങ്ങിയില്ലേ, അപ്പോൾ അവിടെ തന്നെയുള്ളൊരു കോഫി ഷോപ്പാണ്. പകൽ സമയത്തായിരുന്നു ഇവിടെ വന്നിരുന്നെങ്കിൽ ഉറപ്പാണ് നല്ല തിരക്കായിരുന്നിട്ടുണ്ടാവണം. Was it busy this morning? Yes. One black tea for you. Hey, thank you. And one cappuccino. Yeah, thank you. Where's the sugar, please? Oh, here. Thank you. All there, just take yourself to. Thank you. No problem. സോ ഫ്രണ്ട്ലി സ്റ്റാഫായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചു. വെരി ഫ്രണ്ട്ലി. So if you are in St. Ives, please have a cup of coffee from there. പകൽ സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇത് വൈകുന്നേരം ആയത് കാരണമാണ് ഇത്ര തിരക്കില്ലാത്തത്. ഹലോ. എന്താ ലൈറ്റ്, ഇതാണ് ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്നത്. നല്ല രസമുണ്ട് ലൈറ്റ്. Cookies and cream. Is that what you're having? So be very careful. So ഇതാണ് സെന്റ് ഐവ്സിലെ ലോകപ്രസിദ്ധമായ ബീച്ച്. ചക്കിയിലെ ഐസ്ക്രീം തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സീകളെന്ന് തോന്നുന്നുണ്ട്. What's the matter? What do you want? ഒട്ടും പ്ലാൻ ചെയ്ത് വന്നതല്ലേ കേട്ടോ. സെന്റ് ഐവ്സിൽ വരാൻ വേണ്ടി വന്നില്ല. നമ്മൾ ടിൻറ്റാഞ്ചൽ കാസിലിൽ പോയാലെന്ന് വിചാരിച്ചു വന്നതാണ്. നമ്മളിവിടെയാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണ അടിക്കുക, അങ്ങ് പോവുക, അതാ പരിപാടി. പേര് പറയൂ, പേര് പറഞ്ഞോ. അമൽ. എവിടെന്നാ? നാട്ടിലെവിടെയാ? നാട്ടിലെവിടെയാണ്? കോട്ടയം. കോട്ടയം. എൻ്റെ പേര് അനിൽ കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്താണ്. സച്ചിനോ? ഓ എനിക്ക് സച്ചിനെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണല്ലോ. എവിടെ സ്ഥലം എവിടെയാ? മൂവാറ്റുപുഴ. പേര് പറഞ്ഞോളൂ. ബേസില. ബേസിൽ ജോസഫോ? എവിടെ നാട്ടില്? പേര് പറഞ്ഞില്ലല്ലോ. നമ്മളിതുപോലെ എൻ്റെ ഫ്രണ്ട്സായിട്ട് നമ്മളൊരു സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് അവിടെ കുറേ മലയാളികൾ കണ്ടായിരുന്നു. എവിടെ പോയാലും ഉണ്ട്. നമ്മൾ വന്നിറങ്ങിയപ്പോൾ ഫസ്റ്റിൽ കണ്ട നിങ്ങളെ കാർ പാർക്കിൽ. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തു നിങ്ങൾ മലയാളം സംസാരിക്കുന്നതായിട്ടായിരുന്നു.
എല്ലാം പറഞ്ഞു കേട്ടു. ട്രിവാൻഡ്രം വെഞ്ഞാറമൂട്. സുരാജ് വെഞ്ഞാറമൂട്. എൻ്റെ പേര് അനിൽ. അനിൽ വെഞ്ഞാറമൂടല്ല, ആക്ച്വലി പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് അറിയത്തില്ല. പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് മധുര എന്നാണ്. മധുര തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. ലൊക്കേഷൻ ഹണ്ടിങ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾ എത്ര ഒരു ദിവസത്തേക്ക് ഉള്ളൂ? അതെ, ഇന്നലെ ശനിയാഴ്ച. നാളെ പോകും. സ്റ്റുഡൻസ് ആയിട്ട് വന്നതാണോ? എന്നാൽ ശരി, എന്നാൽ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, ലൊക്കേഷൻ ഹണ്ടിങ്. അപ്പോൾ കാണാം കേട്ടോ. ശരി, എന്നാൽ താങ്ക് യു. അപ്പോൾ നമ്മൾ കാർ പാർക്കിൽ വെച്ച് കണ്ട മലയാളികളാണ്. ഇവിടെ പോയാലും മലയാളികൾ കാണുമ്പോൾ ഒരു സന്തോഷം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ചാനലിൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ, ലൊക്കേഷൻ ഹണ്ടിങ്. ഇപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ സെൻറ്റ് ഐവ്സിലെ ടൗൺ സെൻറ്റർ ഉണ്ട്. നല്ല ഭംഗിയുള്ള ടൗണാണ് കേട്ടോ. അത് ആ കാണുന്നതാണ്. നമ്മൾ അവിടെ പോയിട്ട് ആ വീഡിയോസ് തീർത്തിട്ട് കാണിച്ചു തരാം. നല്ല കാറ്റാണ് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വീഡിയോസ് അത്ര ക്ലിയർ ആവുമെന്ന് തോന്നുന്നു.